ചീഫ് സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് വിരമിക്കുമ്പോൾ ആ പദവിയിലേക്ക് ഭാര്യ എത്തുന്നു. ഇത് ഒരു അപൂർവതയാണ്. ആ അപൂർവതയ്ക്ക് കാരണക്കാരായ രണ്ടു പേർ നമുക്ക് മുന്നിലുണ്ട്. ഈ സർവീസ് കാലത്തെ എന്തെങ്കിലും ഇങ്ങനെയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു തുടർച്ച പ്രതീക്ഷിച്ചിരുന്നോ? ഈ ഒരു പദവി വേണുവും കാണില്ല, ഞാനും കാണൂല എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ഓർപ്പിച്ചിരുന്നത്. പിന്നെ എൻ്റെ സീനിയോറിറ്റി ഇത്രയും ആയ സ്ഥിതിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം അപ്പോഴത്തേക്കും ഞങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഡൽഹിക്ക് പോയി. അപ്പോൾ ഞങ്ങളായിരിക്കും സീനിയറായിട്ട് നിൽക്കുന്ന ആളുകൾ അവശേഷിക്കുന്നവർ കേരളത്തിൽ എന്നുള്ള മനസ്സിലായപ്പോഴത്തേക്കും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കൂല. ഇതൊരു അപൂർവതയല്ലേ യഥാർത്ഥത്തിൽ? അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. ഇപ്പം കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇപ്പം അടുത്ത് അങ്ങനെ ഒരു ഹാൻഡ് ഓവർ ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ ഒരു ഫ്യൂച്ചർ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ആദ്യം ഒന്ന് കുറച്ച് വിശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സൗകര്യമായിട്ടൊന്ന് ആലോചിക്കണം. അതിനൊരു ഒരു വിശ്രമവേളയാണ് ആദ്യം. യാത്ര ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. 8 മാസം കഴിഞ്ഞിട്ട് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ഒരു കാലത്ത്, ഇപ്പം ഈ സർവീസ് കാലത്താണ് ഈ വയനാട് ഉരുൾപൊട്ടൽ പോലെ ഒരു മേജർ ഇഷ്യൂ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പം മാഡം ഇപ്പം വീണ്ടും ഒരു ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു വലിയൊരു ദൗത്യമുണ്ട്. അതെങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? പലതരത്തിലുള്ള പുനരധിവാസം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം വീടും ആസ്തിയും നഷ്ടപ്പെട്ടതിൻ്റെ ശേഷം ഒരു ചീഫ് സംതൃപ്തിയോട് കൂടിയാണ് ഇറങ്ങുന്നത്. എന്താണ് സാറിന് ഈ ഒരു കാലഘട്ടത്തെ പറ്റി പറയാനുള്ളത്? എന്താണ്? സംതൃപ്തിയും അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ള സമയമാണിത്. കാരണം ചെറിയൊരു പട്ടണത്തിൽ നിന്ന് വന്ന ഒരാൾ എന്ന നിലയിൽ സിവിൽ സർവീസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ച കാര്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അതെല്ലാം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ടായി. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ഭാര്യ ആ പദവിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഉപദേശം തന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം തന്നോ? ഉപദേശം തരാൻ തുടങ്ങിയിട്ട് കാലം കുറയും. സർവീസ് കയറിയത് മുതൽ തന്നെ ഉപദേശിക്കുന്നുണ്ട്. തിരിച്ചു കുടുംബജീവിതവും ഈ ഒരു പൊതുരംഗത്തുള്ള ഒരു പ്രവർത്തനം, അത് രണ്ടും കൂടെ എങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ചിങ്ങനെ ഇത്രയും നാൾ കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ രണ്ടായിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരുപക്ഷെ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കൃത്യമായ ഒരു സമയം വെച്ചിട്ട് ഇതിന് ശേഷം ഔദ്യോഗികമില്ല എന്നൊന്നും പറയുന്ന ശീലമില്ലാത്തതുകൊണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ളൊരു പരിചയം എല്ലാ ദിവസവും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അന്യോന്യം അന്നത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയധികം സമയം ഓഫീസിലിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ വീട്ടിലധികം സമയം കിട്ടുന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഓഫീസിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലോ. ഒരു വനിത ഒരു ചീഫ് സെക്രട്ടറി ആയിട്ട് വീണ്ടും എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? സ്ട്രേറ്റ് വേ വരുന്ന വിഷയം വനിത ആയതുകൊണ്ട് സ്ത്രീപക്ഷമായിട്ടുള്ള ഭരണം, പ്രത്യേകിച്ചും കുടുംബശ്രീയിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, സംസാരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് സംസാരിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, സംസാരിക്കാൻ അനുവദിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ പറ്റാതെ പോകുന്നതാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെ ഇപ്പോൾ തന്നെ അതിനുള്ള ധാരാളം ഫ്രെയിം വർക്കൊക്കെ ഉണ്ട്. പക്ഷെ ആ ഫ്രെയിം വർക്കിനെ ഓപ്പറേഷണലൈസ് ചെയ്തെടുക്കാനായിട്ടും ഇപ്പോൾ അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബ്യൂറോക്രസിയുടെ സെൻസിറ്റൈസേഷൻ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയായിരിക്കും. കുടുംബത്തിലും അതോടൊപ്പം തന്നെ ഭരണത്തിലും ആ ഒരു തുടർച്ച വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമുക്കും ഏറെ സന്തോഷം, അഭിമാനം. നല്ലമുരുകനും രതീഷ് വെൺപകലിനും ഒപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.